ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ടൗണിൽ ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആയല്ലോ. ഈ ടീഷർട്ടാണ് ഞാൻ ഇന്ന് വെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ബ്ലാക്ക് ജീൻസാണ് പെയർ ചെയ്തത്. ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ക്ലാസ് ലുക്ക് ആയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഡ്രസ്സ് ഒരു സിമ്പിൾ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു കമ്മൽ, ഒരു കല്ല് വെച്ച ചെറിയൊരു കമ്മലാണ് കേട്ടോ. ഇത് പോൺസിൻ്റെ ഹൈഡ്ര മിറാക്കിൾ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നല്ലതാണ് കേട്ടോ. 2 ആഴ്ചയായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു മാറ്റം ഫേസിൽ കാണുന്നുണ്ട്. ഞാനെപ്പോഴും പോൺസിൻ്റെ മോയ്സ്ചറൈസേഴ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യാറ്. അത് തേക്കുമ്പോൾ മുഖത്ത് അങ്ങനെ കുരുക്കളോ അങ്ങനെയൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. എൻ്റെ അമ്മ ഇപ്പം എന്ത് ചൂടല്ലേ, ചൂട് സഹിക്കാൻ വയ്യ. മുടിയെല്ലാം ഞാൻ മുകളിലോട്ട് വാരി കെട്ടിയിട്ടോ. വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പം സൺസ്ക്രീൻ ഒരിക്കലും മിസ് ചെയ്തിട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും. അതുപോലത്തെ ചൂടാണ് കേട്ടോ. ഇത് ലാക്മേൻ്റെ 9 to 5 സൺ എക്സ്പേർട്ട് ടിൻറ്റഡ് മാറ്റ് സൺസ്ക്രീൻ ആണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. വെയിൽ ചൂടായപ്പോൾ തൊട്ട് ഞാൻ സൺസ്ക്രീൻ പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മൾ എന്ത് മുഖത്ത് അപ്ലൈ ചെയ്താലും അത് നമ്മൾ കഴുത്തേലും ചെവിയിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലേ എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് ഫലം കിട്ടുള്ളൂ. കണ്ണിനകത്ത് വാരിപ്പൊത്തി കണ്ണ് നേടിയിട്ടാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത ഐബ്രോ പെൻസിലാണ് കേട്ടോ. അത് മൂന്ന് വരകളായിട്ടാണ് അതിൽ വരിക കേട്ടോ. നല്ല രസമുണ്ട് അതുകൊണ്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ അതിൻ്റെ ഉള്ളിലെ സംഭവം കഴിഞ്ഞിട്ടാണുള്ളത്. ഞാൻ അതുകൊണ്ട് കൺമഷി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാൻ നല്ല എളുപ്പമുണ്ട്. അത് വെച്ച് ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ച് കണ്ണു എഴുതിയിട്ടോ. എന്നിട്ടും ഒരു മെന വന്നില്ല. എന്തായിരിക്കും? ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒന്നും ഇട്ടിട്ടില്ല. ഇത് അരവിൻ്റെ ഓർഗാനിക് ബീട്രൂട്ട് ടിൻറ്റഡ് ലിപ് ബാമാണ് കേട്ടോ. ഇത് ഞാൻ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നതാണ്. ഇത് നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടും നമ്മളെ ലിപ്പ്. ഇത് പിന്നെ നമ്മുടെ പഴയ അതേ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ബ്രൗൺ കളർ ലിപ്സ്റ്റിക്ക് കഴിഞ്ഞ വീഡിയോയിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണെന്നറിയില്ല, ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടാതെ എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ ലിപ്സ്റ്റിക്കല്ല മെയിനായിട്ട് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് ഞാനൊരു പുതിയ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ഹുഡ ബൂട്ടിൻ്റെ റെഡ് കളർ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് അത്രയും റെഡ് കളർ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ അടിയിലൊരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ലിപ്സ്റ്റിക്ക് ഇടുന്നത് കേട്ടോ. ആദ്യം ഞാൻ മാറ്റ് ലിപ്സ്റ്റിക്ക് അടിയിൽ ബ്രൗൺ കളർ ഇട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇത് അങ്ങോട്ട് കളറാവുന്നില്ല. എന്നിട്ട് ഞാൻ പിന്നെയും വാരി പൊത്തുന്നുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്ക് കുറച്ച് റെഡ് കളർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ? ഇപ്പം എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? ഇനി ഹെയർ സ്റ്റൈൽ നമുക്ക് നോക്കാം. വെറും സിമ്പിളായിട്ടൊരു ഹെയർ സ്റ്റൈലാണ്. 2 ഭാഗമായിട്ട് ഒരു സൈഡ് മാത്രം ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു ക്ലിപ്പ് അവിടെ കുത്തി. എന്തൊരെളുപ്പം. മുടിയെല്ലാം വെട്ടിയത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് അഴിച്ചിട്ടിട്ടാണെങ്കിലും പോവാം കേട്ടോ. ഇതാണ് എൻ്റെ മുഖത്തെ മേക്കപ്പ് ലുക്ക്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി കുറച്ച് പട്ടി ഷോ ആവാമെന്ന് പറഞ്ഞുകൊണ്ട് റോഡ് സൈഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഡാൻസ് എല്ലാം കളിച്ച്